നമ്മൾ നല്ല രീതിയിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ക്രീംസ് അതിനൊക്കെ കാലം അടിപൊളിയായിട്ട് നന്നായിട്ട് വർക്ക് ആവും. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടോ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡ്രൈ സ്കിൻ, കയ്യിലും കാലിലുമുള്ള ഡ്രൈ സ്കിൻ ഫുള്ളായിട്ട് മാറ്റി നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല രീതിയിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിങ്കിൾസ് വരുന്നത്, ചുളിവുകൾ ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും കൂടെ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്ന് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യണം. പൊടിയൊക്കെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡ്രൈനെസ് കൂട്ടാനേ സഹായിക്കുള്ളൂ. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ മാക്സിമം നമ്മുടെ കാലും കൈയും ഒക്കെ കവർ ചെയ്യണം. പൊടിയും അഴുക്കും ഒരുപാട് നേരം നമ്മുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും, ഡ്രൈനെസ് കൂട്ടും, അത് കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ നാച്ചുറലായിട്ട് ചിലരുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കും, അതിന് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഹോം റെമഡീസ് വെച്ച് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യാം. നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണ്, ഇത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് മോയ്സ്ചറൈസിങ് ലോഷനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ബോഡി ലോഷൻ, ക്രീംസ് അതിനൊക്കെ കാലം അടിപൊളിയായിട്ട് നന്നായിട്ട് വർക്കാവും. നമ്മളിത് കുളിച്ചതിന് ശേഷമല്ല അപ്ലൈ ചെയ്യുന്നത്, കുളിക്കുന്നതിന് മുന്നേ ആണ്. സോ നമുക്കിത് കുളിച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം കുറച്ച് കോക്കനട്ട് ഓയിലാണ് നമുക്ക് വേണ്ടത്. അതെടുക്കുക. ഒരു 3 സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഞാൻ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ സ്കിന്നിന് ഇത് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കാവുന്നതാണ്. 3 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാൻ എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മാത്രം നല്ലെണ്ണയാണ്. നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ലെണ്ണ ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. ഒരുവിധം എല്ലാവരുടെയും വീട്ടിൽ കാണും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ നമ്മൾ 3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. അതിനോടൊപ്പം 1 സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലെണ്ണ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയുള്ള ഓയിലാണ്. സോ അതുകൊണ്ടാണ് നമുക്കത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്താലും മതിയാവും. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. 1 സ്പൂണാണ് അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അലോവേര ജെല്ല് നല്ല രീതിയിൽ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസി തരും. സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും. നന്നായിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. സോ നിങ്ങൾക്ക് പാക്കറ്റിലുള്ള അലോവേര ജെല്ല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലും യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. അല്ലാത്തടത്തോളം നമുക്ക് പുറത്ത് തന്നെ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുങ്കുമാതി തൈലമാണ്. അതിൻ്റെ 2 ഡ്രോപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുങ്കുമാതി തൈലം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്തിട്ട് വിറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ 2 ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ഡ്രോപ്പ് മാത്രം കുങ്കുമാതി തൈലം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാൻ എടുക്കുന്നത് ആ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ശരിക്കും ഇതെല്ലാം കൂടെ, ഇത് ഓയിലും ക്രീമും ഒക്കെ ആയതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നാച്ചുറൽ അലോവേര ജെൽ ആണെങ്കിൽ പോലും ഇത് സെപ്പറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ഇത് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടോ വേണം യൂസ് ചെയ്യാനായിട്ട്. കുളിക്കുന്നതിനും 1/2 മണിക്കൂർ മുന്നേ ഇത് ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് മുട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേർക്ക് അവിടെ ഡ്രൈ സ്കിന്നും ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യം, ഇത്രയും ഓയിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ബെറ്റർ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ്. കയ്യിലും കാലിലും മുട്ടിലും ഒക്കെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സേഫാണ്, ഒരു കുഴപ്പമില്ല. സോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പിന്നെ നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഇതിൽ നമ്മളെല്ലാം വീട്ടിലുള്ള
നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഓൾട്ടർനേറ്റീവ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് കുങ്കുമാതി തൈലമാണ്. അതിന് പകരം നിങ്ങൾക്ക് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് വളരെ എഫക്റ്റീവാണ്. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് വാഷ് ചെയ്യണം. ഇതിൻ്റെ പാർട്ടിക്കിൾസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ക്ലോഗ് ചെയ്യാനും അഴുക്ക് പറ്റാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ അത് വേണ്ട. നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്തിട്ട് നോർമലി ഉള്ള ഏതെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇത് തന്നെ മതിയാവും. നിങ്ങൾ റെഗുലറായിട്ട് ഒരു ദിവസം ഒരു നേരം വച്ച് കുളിക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം അപ്ലൈ ചെയ്ത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യും. കയ്യിലും കാലിലുള്ള ചുളിവുകൾ മാറും. നല്ല സോഫ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നമ്മുടെ സ്കിൻ ഉണ്ടാവും. ഓൾറെഡി നല്ല ഡാമേജ് ആയിരിക്കുന്ന സ്കിൻ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് സാധിക്കും. സോ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൈൻഡ് ഓഫ് സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഇനി ഏത് കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വരുന്ന വീഡിയോസിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അവസാനം വരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.